നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ക്രിസ്പിയും രുചികരവുമായ ബോളി തയ്യാറാക്കാം. ഇതിന് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ചിലയിടത്ത് ഇത് കാജ എന്ന്, ചിലർക്ക് മടക്കുസാൻ എന്ന്, നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ബോളി എന്നാണ് പറയുന്നത്. ഈ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് മൈദയിലാണ് തയ്യാറാക്കുന്നത്. ഇവിടെ ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി അല്പം സോഡാപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ കൂടി ചേർക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതിന് ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മൈദയുടെ ക്വാളിറ്റിയുടെ വ്യത്യാസം അനുസരിച്ച് ചിലത് വെള്ളത്തിൽ അല്പം ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും. ഇത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാരപ്പാനി തയ്യാറാക്കാം. അതിനായി ഒരു പാനിൽ 1 കപ്പ് പഞ്ചസാര എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് തിളപ്പിച്ച് പഞ്ചസാര പാനിയാക്കി എടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായി ലയിച്ച് അല്പം ഒന്ന് കുറുകി വരുന്ന പരുവമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അടുത്തതായി ഒരു കോൺഫ്ലവർ മിക്സാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവറിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ മാവില്ലേ, അതെടുത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് അല്പം മൈദാപ്പൊടി തൂകണം. അതിനുശേഷം നമുക്ക് ഓരോരോ ഉരുളകളെടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുകയില്ലേ, അതുപോലെ നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ നേരത്തെ പരത്തിയെടുത്ത ഓരോ ഷീറ്റും കൗണ്ടർ ടോപ്പിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ആ കോൺഫ്ലവർ മിക്സ് നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ, അത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. അതിൻ്റെ പുറത്തേക്ക് ഓരോരോ ഷീറ്റും ഇതുപോലെ ഇടണം. എല്ലാ ഷീറ്റും ഇതുപോലെ നിരത്തിയതിന് ശേഷം ഇങ്ങനെ മടക്കി കൊടുക്കണം. വലുതായിട്ട് പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നീട്ടി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യാം. ഇനി നമുക്കിത് ഓരോന്നോരോന്നായി എടുത്ത് പരത്തിയെടുക്കാം. ഇത് 2 തരത്തിൽ പരത്താം. ഒന്ന് നീളത്തിലും പരത്താം, അല്ലാതെ കുറുകയും പരത്താം.
ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഇനി ഇത് ഓരോന്നും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഓരോ ഷീറ്റും പരത്തിയതിന് ശേഷം അതിൻ്റെ പുറത്ത് തേച്ച് പിടിപ്പിച്ചത് കോൺഫ്ലവറും നെയ്യും ചേർന്ന മിശ്രിതമല്ലേ, അപ്പോൾ അതുകൊണ്ട് ലെയേഴ്സൊക്കെ പെട്ടെന്ന് വരുന്നതാണ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ കമ്പ് കൊണ്ട് ഇളക്കിയോ ഒന്നും വേണ്ട, എല്ലാ ലെയേഴ്സും നന്നായിട്ട് വരും. കണ്ടില്ലേ, ലെയേഴ്സൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് രണ്ട് വശം ഫ്രൈ ആയി. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള ഓരോ കാജയും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. എല്ലാത്തിൻ്റെയും ലെയേഴ്സൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത ആ പഞ്ചസാര സിറപ്പിൽ ഓരോ അയനാസും നമുക്ക് മുക്കിയെടുക്കാം. ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.